നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം തങ്ങളത്താണ്. ഇവിടെ വർഷങ്ങളായി ആഞ്ഞിലിപ്പഴം വിറ്റ് ഉപജീവനമാർഗം കണ്ടെത്തിയിരിക്കുന്ന ഒരു ചേട്ടനുണ്ട്. നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് ഉള്ള ഒരു ഒറ്റമൂലി കൂടിയാണ് ആഞ്ഞിലിപ്പഴം. കൂടുതൽ വിവരങ്ങൾ സ്റ്റാൻലി ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഒരു 6-7 വർഷം ആവുന്നു. നമ്മുടെ കോവിഡിന് മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് എനിക്ക് ഇതിന്റെ ഐഡിയ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കോതമംഗലത്ത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് പള്ളിമാലിക്കാരുടെ പറമ്പിൽ ഇങ്ങനെ ഒരു ആഞ്ഞിലി നിറച്ച് കാഴ്ച കിടക്കുമ്പോൾ അന്നേരം ഞാൻ പച്ചക്കറി നല്ല വണ്ടിയാൽ പച്ചക്കറി കച്ചവടമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇത് പറിച്ചു വെച്ചാൽ നമുക്ക് പൈസ കിട്ടും, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി കഴിഞ്ഞപ്പോൾ നമ്മുടെ കോവിഡിന്റെ അന്നാണ് പച്ചക്കറി മാറ്റിയിട്ട് ഞാൻ ഈ ആഞ്ഞിലിപ്പഴം പറിച്ച് വിൽക്കാൻ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കച്ചവടം വന്നു പോകുന്നുണ്ട്. പിന്നെ ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെയുണ്ട്, എല്ലാവർക്കും താല്പര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ കയറ്റി അയക്കാനും സാധിക്കുന്നുണ്ട്. ആളുകളൊക്കെ ഈ ഫേസ്ബുക്ക് വഴിയും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആളുകൾ ഇഷ്ടംപോലെ ഇത് ആളുകൾ പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ ആൾ കണ്ട് എന്നോട് വന്ന് ചോദിക്കുകയും ഞാനത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ചെമ്മണ്ണാറി എന്നുള്ള പച്ചക്കറി ആയിരുന്നു കൊണ്ടുവന്നു, ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം. അതുപോലെ ഇലയോടുകൂടി ക്യാരറ്റ്, ചാമേരി, മുതിര, വരക്, തെന, ചോളം, കുറുമ്പുല്ല് അതൊക്കെ കൊണ്ടുവരായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് അപ്പോൾ എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു. പിന്നെ അത് കാലക്രമേണ അത് ഞാൻ അതിൽ നിന്ന് മാറിയത് വെച്ചാൽ ആവശ്യക്കാർ ചോദിക്കുന്നതനുസരിച്ച് നമ്മളത് ഇപ്പോൾ കൊണ്ടു കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല കച്ചവടം വരുമ്പോൾ വില കൂട്ടുന്നതാണെന്നുള്ളൊരു ചിന്തയിൽ ആളുകൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പം പിന്നെ അത് വില കൂടുന്നതനുസരിച്ച് നമുക്കും ആ രീതി അനുസരിച്ചല്ലേ കൂട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു അഭിപ്രായം വരണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് പിന്നെ കച്ചവടം നടത്തി. പിന്നെ ഇങ്ങനെ വന്ന് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയും ഇന്ന പോലെ എത്രയാണ് വില, നിങ്ങൾ വരുവാണെങ്കിൽ അത് തരാം എന്ന് പറഞ്ഞ് നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ട് എവിടെന്ന ചേട്ടൻ ഇത് എടുത്തുകൊണ്ട് വരുന്നത്? ഇപ്പൊ ഈ ആഞ്ഞിലിച്ചക്ക നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ പരിസരങ്ങളിൽ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പൊ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിമാലിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഈ പരിസരങ്ങളിൽ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഓരോ ആഞ്ഞിലി മരം കണ്ട് അത് അവരെ വീട്ടുകാരോട് ചെന്ന് ചോദിച്ച് പറിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു, അവർ പറിച്ചെടുത്തോളാൻ പറയുന്നു. ചുമ്മാ വെറുതെ നഷ്ടപ്പെടുത്തി പോകുന്നല്ലേ. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഞാൻ തന്നെ കയറി പറിച്ച് ഞാൻ തന്നെയാണ് വില ചെയ്തത്. മുതലാളിയും തൊഴിലാളിയും എല്ലാം ഞാൻ തന്നെയാണ് അതിന്റെ. ഇതിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ എങ്ങനെയുണ്ട്? ജീവിക്കാനുള്ള വകയൊക്കെ കിട്ടുമോ? മുന്നോട്ട് കൊണ്ടുവന്നാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് കച്ചവടം ചെയ്യാൻ തന്നെ പറ്റുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ എടുക്കുന്നതിലെല്ലാം നമുക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ലതാകത്തില്ല. എല്ലാം നല്ലതാകാതെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ശരിയല്ല. ബാക്കി ഡാമേജും കേടൊക്കെ വരുന്നു, നമ്മളത് പുറത്ത് തള്ളിക്കളയാണ്. നല്ലത് മാത്രമേ കൊടുക്കൂ. ഇപ്പം നമ്മൾ കൊറിയർ അയച്ചേക്കുന്ന ആളിൽ നമ്മൾ അവരോട് പറയും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മളോട് പറയണം. അത് നിങ്ങൾക്ക് അതിന് പരിഹാരം നമ്മൾ കാണിച്ചു തരും. കാരണം വെച്ചാൽ നമ്മളത് നല്ലത് തന്നെ രണ്ടാമത് കൊറിയർ അയച്ചു കൊടുക്കും. നമ്മളോട് മേടിച്ചേക്കുന്നത് കൊണ്ട് പോയേക്കുന്ന ആളുകൾക്ക് ഇത് മോശമാണെങ്കിൽ നമ്മൾ നല്ലത് തന്നെ തിരിച്ച് പിന്നെ വീണ്ടും കൊടുക്കും. സ്ഥിരമായിട്ടപ്പോ ഇത് എങ്ങോട്ടൊക്കെ കയറ്റി അയക്കാറ്? ഇപ്പൊ ഇത് ഇന്നലെ ചെന്നൈ അയച്ചു, കണ്ണൂരിന് 2 പേർക്ക് അയക്കും, ബാംഗ്ലൂരിന് അയച്ചായിരുന്നു. പിന്നെ ഒരാള് തൊടുപുഴ, 2 പേർക്ക് കോട്ടയത്തിന്, അങ്ങനെയൊക്കെ അയക്കണം. പിന്നെ സൗദിന്ന് വരെ തരാം സൗദിന്ന് വരെ ആളുകൾ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞത് അവിടുന്ന് വിളിച്ചായിരുന്നു. പിന്നെ അതിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇനി അവര് ചോദിക്കാൻ അതിന്റെ രീതി അനുസരിച്ച് നമ്മൾ കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു ചേട്ടാ.